ഈ ഒരു റീട്രേസ്മെൻറ്റിലാണ് ട്രേഡ് എടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ മൂവ്മെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മളിവിടുത്തെ ഹൈ മുതൽ ഇതിന് ശേഷം ഒരു റീട്രേസ്മെൻറ്റ് മാർക്കറ്റ് നേരിട്ട് നടത്തി. അപ്പോൾ അവിടുത്തെ മൂവ്മെൻറ്റിലാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അവിടുത്തെ ടാർഗറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ പ്രോഫിറ്റ് ഈ ഒരു TP അടിച്ചിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ട്രേഡ് എടുക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഇൻ കേസ് ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റായെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ 2 ട്രേഡും കൂടെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്താലും മതി. നമ്മൾ റിസ്കിനെ ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് 1% ഡെയിലി റിസ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 0.5 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് ഒരു 0.5 നമുക്ക് ഈ ഒരു ട്രേഡ് പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രേഡ് 5 വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് 0.5 വെച്ചിട്ട് നമുക്ക് റീട്രേസ്മെൻറ്റിലൂടെ ട്രേഡ് പുഷ് ചെയ്യാം. നമുക്ക് ടോട്ടൽ ഡെയിലി ലോസ് എന്ന് പറയുന്നത് 1% ആണെങ്കിൽ നമ്മൾ ആ ഒരു റിസ്കിനകത്ത് തന്നെ നമ്മൾ ഡെയിലി എത്തി നിൽക്കും. അപ്പോൾ നമുക്ക് ആ ട്രേഡ് അങ്ങനെയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാതെ പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ട്രേഡ് കഴിഞ്ഞ ട്രേഡ് ലോസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഇവിടെ ഈ ട്രേഡിൽ നമുക്കത് പ്രോഫിറ്റേക്ക് എടുക്കാൻ പറ്റും. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വെച്ചാൽ ഒരു പുതിയൊരു സ്ട്രാറ്റജിയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലിക്വിഡിറ്റി സ്വീപ്പിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഏഷ്യൻ ലിക്വിഡിറ്റി സ്വീപ്പ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് വരുന്നൊരു സ്ട്രാറ്റജി തന്നെയാണ്. കുറച്ച് കൺഫർമേഷൻ കൂടെ നമ്മൾ എക്സ്ട്രാ നോക്കുന്നുണ്ട് എന്നുള്ള വ്യത്യാസം മാത്രമാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് നോക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ഫോറക്സിൻ്റെ മാർക്കറ്റ് സെഷൻ, ഏഷ്യൻ സെഷന് മാർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കാം. 2:30 AM ആണ് ഏഷ്യൻ സെഷൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. അതേപോലെ ഇത് എൻഡ് ചെയ്യുന്നത് 2:30 PM പക്ഷേ അതിന് മുമ്പ് ലണ്ടൻ മാർക്കറ്റ് ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ 2:30 AM മുതൽ 12 PM വരെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. 12:30 PM വരെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ ഏഷ്യൻ ഹൈ ലോ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഏഷ്യൻ്റെ ഹൈയും ലോയും നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഈ ഹൈനെയോ ലോയിനെയോ പ്രൈസ് സ്വീപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഒരു മൂവ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മൾ അതിൽ ട്രേഡ് എടുക്കുന്നു. ഏതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമ്മൾ ഇതിനും കൂടെ എക്സ്ട്രാ ഒരു ഇൻഡിക്കേറ്റർ കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ഇൻഡിക്കേറ്റർ നമ്മൾ നിലവിൽ യൂസ് ചെയ്യുന്നുണ്ട്. അത് RSI ആണ്. RSI. ഓക്കെ, ഈ ഇൻഡിക്കേറ്ററിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആ ഇൻഡിക്കേറ്റർ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. ഇതിൻ്റെ വർക്കിംഗ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മളിവിടെ ഈ RSIക്കകത്ത് നമ്മൾ കുറച്ച് സെറ്റിങ്സ് മാറ്റുന്നുണ്ട്. RSIയുടെ ലെങ്ത് നമ്മൾ 3 മാറ്റുന്നുണ്ട്. അതേപോലെ അപ്പർ ബാൻഡ് 90 ലോവർ ബാൻഡ് 10 ആക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ ഒരു ലെവലാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ശേഷം നമ്മൾ നോക്കുന്നത് ഈ സെഷന് ശേഷം ലണ്ടൻ മാർക്കറ്റിലോട്ട് വന്നതിന് ശേഷം സ്വീപ്പ് വന്നിട്ടുണ്ടോ നോക്കും. ലണ്ടൻ മാർക്കറ്റിലോട്ട് വന്നപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഒരു സ്വീപ്പ് നടന്നു. ഇവിടെ ഒരു സ്വീപ്പ് നടന്നിട്ടുണ്ട്. ഓക്കെ, ശേഷം മാർക്കറ്റ് മൂവ്മെൻറ്റ് മുന്നോട്ട് നടത്തി. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് ചിലപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ നമ്മളിവിടെ നോക്കുന്നത് ഒരു സ്ട്രാറ്റജിയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുന്നത്, നമ്മൾ നേരെ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് RSI ഓവർ സോൾഡ് ഏരിയയിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. ഓക്കെ, ശേഷം മാർക്കറ്റ് മൂവ്മെൻറ്റ് നടത്തി. ഈ ഒരു ക്യാൻഡിൽ കാണാൻ പറ്റും, ഒരു അപ്പ് മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ആ ഒരു ക്യാൻഡിലൂടെ അവിടെ മാർക്ക് ചെയ്യുന്നു. അപ്പ് മൂവ്മെൻറ്റ് നടത്തിയ ക്യാൻഡിൽ ഇതാണ്, ആ ക്യാൻഡിലൂടെ മാർക്ക് ചെയ്യും. ഓക്കെ, ശേഷം നമ്മൾ 1 മിനിറ്റ് ചാർട്ടിലോട്ട് പോയതിനു ശേഷം നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടുമെന്ന്. ഓക്കെ, ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ശേഷം നമുക്ക് ഇവിടെ ഒരു FEG ഉണ്ടാവണം. അപ്പോൾ ഓൾറെഡി ഒരു FEG ഉണ്ട്. മാർക്കറ്റ് FEGയിൽ വന്ന് ശേഷം മേലോട്ട് പോയി. ഇത് കൂടെ കാണാൻ പറ്റും.
നമുക്ക് ഇതിനെല്ലാം ഇൻഡിക്കേറ്റർ വെച്ചിട്ട് തന്നെ നോക്കാൻ പറ്റും. അത് നമുക്ക് പ്രശ്നമായിട്ട് നോക്കാം. ഇതിൻ്റെ മെത്തേഡ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഇതിൻ്റെ മെത്തേഡാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഓക്കെ, ശേഷം നമുക്ക് വേണ്ടത് ഫിബൊനാച്ചി റിട്രേസ്മെന്റ് ടൂൾ എടുത്തതിന് ശേഷം നമ്മളിതിൻ്റെ ഈ ലോ മുതൽ ഹൈ വരെ ഡ്രോ ചെയ്യുന്നു. ഇതിൻ്റെ സെറ്റിങ്സ് എല്ലാം നമുക്ക് നോക്കാം. ഓക്കെ, ഡ്രോ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഈ FPG ഉള്ള അതേ ഏരിയയിൽ മാത്രം വന്നതിന് ശേഷം നമ്മുടെ ഈ ഡിസ്കൗണ്ട് സോണിൽ പ്രൈസ് ഓൾറെഡി വന്നു. ഓക്കെ, ഇതൊരു നമ്മുടെ OTE സോണാണ്. ഓക്കെ, ഈ സോണിൽ മാർക്കറ്റ് വന്നതിന് ശേഷം മാർക്കറ്റ് ഇവിടെ നിന്ന് മേലോട്ട് പുഷ് ചെയ്തു. അപ്പോൾ നമ്മളിവിടെ ഒരു എൻട്രി എടുത്തിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് ഈ ഒരു ഹൈയിൽ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ടാർഗറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, അത്യാവശ്യം നല്ലൊരു റിസ്ക് റിവാർഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കൺഫർമേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് RSIയുടെ ഓവർസോൾഡ് അല്ലെങ്കിൽ ഓവർബോട്ട് ഏരിയയുടെ കൺഫർമേഷനായിട്ട് നോക്കുന്നുണ്ട്. അതേപോലെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അല്ലെങ്കിൽ FPG ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കൺഫർമേഷന് വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിയതിനു ശേഷമാണ് നമ്മളൊരു ട്രേഡ് കൺഫേം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയതിനു ശേഷം നമുക്ക് കിട്ടിയ ട്രേഡാണ് ഈ ഒരു സെറ്റപ്പ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഇത്രയും നേരം നമ്മൾ നോക്കിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഏഷ്യൻ സെഷൻ മാർക്ക് ചെയ്തു. ഫസ്റ്റ് നമ്മൾ ഏഷ്യൻ സെഷൻ മാർക്ക് ചെയ്തു. ഓക്കെ, ശേഷം നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം സ്വീപ്പ് എവിടെയാണ് സംഭവിച്ചതെന്ന് നമ്മൾ നോക്കി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്വീപ്പ് കിട്ടി. ശേഷം നമ്മൾ എന്ത് ചെയ്തു, RSIനെ നോട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ RSIന് പ്ലോട്ട് ചെയ്തതിന് ശേഷം RSI ഓവർസോൾഡ് ആണോ ഓവർ ബോട്ടാണോ എന്ന് ചെക്ക് ചെയ്തു. ബൈ ട്രേഡ് ആയതുകൊണ്ട് ഓവർസോൾഡ് നമ്മളത് കൺഫേം ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും RSI ഇവിടെ ഓൾറെഡി ഓവർസോൾഡിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ശേഷം മാർക്കറ്റ് മൂവ്മെൻറ്റ് നടത്തി. അതിനുശേഷം നമ്മൾ ചെക്ക് ചെയ്തത് ഒരു FPG ഇവിടെ ഫൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, FPG നമ്മളവിടെ ഫൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ ഒരു FPG കാണാൻ പറ്റി. ശേഷം നമ്മൾ നോക്കിയത് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകുമോ. ഓക്കെ, MSS ഉണ്ടാകുന്ന എന്നോട് MSS കാണാൻ പറ്റി. ഓക്കെ, MSS കാണാൻ പറ്റി. ശേഷം നമ്മൾ ഫിബ് റിട്രേസ്മെന്റ് ടൂൾ ഉപയോഗിച്ചിട്ട് റിട്രേസ്മെന്റ് ആണ് നമ്മൾ ട്രേഡ് എൻ്റർ ചെയ്തത്. നമ്മളിങ്ങനെ ഒരു ആറോളം കൺഫർമേഷൻ നോക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ട്രേഡിലോട്ട് എൻ്റർ അയക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഈ ഒരു സ്ട്രാറ്റജി ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി RSIയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ കാര്യങ്ങളെല്ലാം ഏഷ്യൻ സെഷനിൽ നമ്മൾ മാനുവലി മാർക്ക് ചെയ്ത് നമ്മൾ നോക്കിയത്. ഇനി നമുക്ക് ഇതെല്ലാം എങ്ങനെ ഈസി ആയിട്ട് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഇത് നമ്മളിവിടെ നിന്ന് RSI നമ്മളിവിടെ തന്നെ കിടക്കട്ടെ, നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിനായിട്ട് നമ്മൾ 3 ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്തത് ഏഷ്യൻ സെഷനായിരുന്നു മാർക്ക് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത് ഏഷ്യൻ ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ ഇവിടെ പ്ലോട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ഓട്ടോമാറ്റിക്കലി ഈ ഇൻഡിക്കേറ്റർ ഏഷ്യൻ സെഷൻ മാർക്ക് ചെയ്ത് തരുന്നുണ്ട്.
ഓക്കെ, ഇവിടെ കാണാൻ പറ്റും 5:30 മുതൽ 12:30 വരെ ഓട്ടോമാറ്റിക്കലി അത് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഇന്ത്യൻ ടൈമിനെ ബേസ് ചെയ്തിട്ടാണ് ഇൻഡിക്കേറ്റർ നിലവിലുള്ളത്. നമുക്ക് അതിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ടൈം ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ശേഷം നമുക്ക് ഈ ഒരു സ്വീപ്പ് കൂടെ മാർക്ക് ചെയ്ത് തരുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി. ഓക്കെ, സ്വീപ്പ് കൂടെ മാർക്ക് ചെയ്ത് തരുന്നുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മളിവിടെ യൂസ് ചെയ്തത് RSI ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ ഇത് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത ജാബർ ആൽഫ എന്ന് പറയുന്നിട്ടൊരു ഇൻഡിക്കേറ്റർ ഉണ്ട്. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടുത്തെ ഈ ഓവർസോൾഡ് സമയത്ത് നമുക്ക് ഇതാണ് ഈ ഒരു ഓവർസോൾഡ് വന്ന സമയത്ത് നമുക്ക് ബൈ സിഗ്നൽ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മൾ RSI യൂസ് ചെയ്യാതെ തന്നെ ഈ ഇൻഡിക്കേറ്റർ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിത് സ്പോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു ഇൻഡിക്കേറ്റർ ഈ ഇൻഡിക്കേറ്ററിൻ്റെ ബെനിഫിറ്റ് ഇവിടെ നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ലെക്സ് അൽഗോന്റെ ICT കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. ഓക്കെ, അത് നമ്മൾ അതിൻ്റെ സെറ്റിങ്സ് വരുന്നത് ഇങ്ങനെയാണ്. നമ്മളത് MSS BSS സ്പോട്ട് ചെയ്യാനും അതുപോലെ FVG സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതുകൊണ്ട് തന്നെ ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത അതേ സെറ്റപ്പ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ ഏഷ്യൻ സെഷൻ്റെ ലിക്വിഡിറ്റി ഇവിടെ ടേക്ക് ചെയ്തിട്ട് കാണാൻ പറ്റും. അതാണ് ഇവിടെ ഒരു ആരോ കാണുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ ഡ്രോ ചെയ്ത അതേ ക്യാൻഡിൽ തന്നെയാണ് ഇവിടെ കാണുന്നത്. ശേഷം നമുക്ക് ഇവിടെ ഇതിന് മുമ്പോ ശേഷമോ ഇവിടെ ഒരു ബൈ ഉണ്ടാവണം. അപ്പോൾ ബൈ എന്ന് പറയുന്നത് നമ്മുടെ RSI ഓവർസോൾഡ് അല്ലെങ്കിൽ സെല്ല് എന്ന് പറയുന്നത് ഓവർ ബോട്ടായിരിക്കും. ഈ സെല്ല് ഇവിടെ കാണാൻ പറ്റും. ഇതൊരു ഓവർ ബോട്ടാണ്. ഓക്കെ, ഇവിടെ സെല്ല് കാണാൻ പറ്റും, ഓവർ ബോട്ടാണ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഇത് മാർക്ക് ചെയ്തു. ഓക്കെ, അതിൻ്റെ കൂടെ ഈ ഒരു ലൈനും കൂടെ നമുക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. ഈ ഒരു സ്വീപ്പ് നടന്ന ഇൻഡിക്കേറ്റർ ആ ഒരു ക്യാൻഡിൽ മാർക്ക് ചെയ്യാം. ഇത് 5 മിനിറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യും, നമ്മളത് 1 മിനിറ്റിലോട്ട് മാറും. നമുക്ക് നമ്മൾ റിപ്ലൈ ചെയ്യാം. അപ്പോൾ കുറച്ച് ഈ ജില്ല മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്ന് റിപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ മാർക്ക് ചെയ്തപ്പോൾ ഇവിടെ ഒരു FVG കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കിവിടെ ഒരു ഫിബ് റിട്രേസ്മെൻറ്റ് ടൂള് നമ്മൾ ഇവിടെ ഡ്രോ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു ഡിസ്കൗണ്ട് സോണും കൂടെ വരുന്നുണ്ട്. ആ ഒരു സോണിട്ട് മാർക്കറ്റ് വരുന്നത് കാണാൻ പറ്റും. ശേഷം മൂവ്മെൻറ്റ് മേലോട്ട് നടത്തും. ഓക്കെ, ഇതെല്ലാം നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇവിടെ സ്പോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് എൻട്രി എടുക്കാം. അതേപോലെ ഇവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നു. സ്റ്റോപ്പ് ലോസ് എപ്പോഴും നമ്മുടെ ഈ ഒരു ലിക്വിഡിറ്റിയുടെ താഴെ ആയിരിക്കണം. ലിക്വിഡിറ്റി സ്വീപ്പ് നടന്ന ക്യാൻഡിലിൻ്റെ താഴെ ആയിരിക്കണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരേണ്ടത്. ഓക്കെ, അതേപോലെ നമുക്ക് നമ്മുടെ TP ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നമ്മൾ ഈ ഒരു ഫിബ് ലെവൽ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ICT ഒപ്റ്റിമൽ ട്രേഡ് എൻട്രിയുടെ വാല്യൂസാണ് നമ്മളവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വാല്യൂസ് നമ്മൾ നിങ്ങളുടെ ഫിബ് റിട്രേസ്മെൻറ്റിൽ എൻട്രി ചെയ്താൽ മതി. ഇപ്പോൾ ഈ ഒരു സെറ്റിങ്സിൽ കാണുന്നത് പോലെ നിങ്ങളുടെ ഫിബ് റിട്രേസ്മെൻറ്റ് ടൂളിൽ എൻട്രി ചെയ്താൽ മതിയാവും. അത് എടുക്കുന്നത് ഫിബ് റിട്രേസ്മെൻറ്റ് ഈ ഒരു ടൂൾ ബോക്സിനകത്ത് ഫിബ് റിട്രേസ്മെൻറ്റ് കാണാൻ പറ്റും. ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതൊരു രീതിയിലായിരിക്കും വരുന്നത്. എന്നിട്ട് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം സെറ്റിങ്സിനകത്ത് പോയതിനു ശേഷം ഇവിടെ വാല്യൂസ് മാറ്റാവുന്നതാണ്. ഓക്കെ, നമ്മുടെ സെറ്റിങ്സിൻ്റെ വാല്യൂസ് ഇങ്ങനെയാണ്. ഇവിടെ നമുക്ക് നമ്മുടെ പ്രൈസും കാര്യങ്ങളെല്ലാം എനേബിൾ ചെയ്തിടാം. നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഓഫാക്കിയിട്ടേക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് 2-3 എക്സാമ്പിൾസും കൂടെ നോക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് ഒരു സക്സസ്ഫുൾ ട്രേഡ് കൂടെ നോക്കിയതിന് ശേഷം ഒരു അൺസക്സസ്ഫുൾ ട്രേഡ് കൂടെ നോക്കാം. ഓക്കെ, ഇതൊരു സക്സസ്ഫുൾ ട്രേഡായിട്ട് തോന്നുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം.
ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ഏഷ്യൻ സെഷൻ്റെ ടൈമാണിത്. ശേഷം മാർക്കറ്റ് ലണ്ടൻ സെഷനിലോട്ട് കയറിയപ്പോൾ ഇവിടെ സ്വീപ്പ് നടന്നു. മാർക്കറ്റ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ സ്വീപ്പ് നടന്ന ക്യാൻഡിൽ. ഈ ഒരു ക്യാൻഡിലിൽ നമുക്കത് കണക്കൂട്ടാൻ പറ്റും. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു RSI ഓവർസോൾഡ് ക്യാൻഡിലാണിത്. ശേഷം മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ബൈ സിഗ്നൽ വരുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ബൈ സിഗ്നൽ എപ്പോഴാണ് വരുന്നത് കാണിച്ചു തരാം. ഈ ഒരു ബൈ സിഗ്നൽ വരുന്നത് നോക്കിയാൽ കാണാൻ പറ്റും, RSIയിലോട്ട് നോക്കിയാൽ കാണാൻ പറ്റും. ഈ ഒരു ബൈ സിഗ്നൽ കാണിച്ചിരിക്കുന്നത് ഇവിടെ നിന്നൊരു റിവേഴ്സൽ നടക്കുമ്പോഴാണ്. ഓവർസോൾഡ് ആയി ശേഷം റിവേഴ്സൽ നടക്കുമ്പോഴാണ് ആ ഒരു ബൈ സിഗ്നലിലോട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ സെല്ല് കാണിക്കുന്നത് ഇവിടെ മാർക്കറ്റ് റിവേഴ്സൽ കാണിക്കുന്ന ടൈമിലാണ്. ഓക്കെ, റിവേഴ്സ് ചെയ്യുന്ന ടൈമിലാണ് ഇവിടെ സെല്ല് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതിന് ഈ കൺഫർമേഷൻ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നു, ഇൻഡിക്കേഷൻ വന്നു. ശേഷം ഇവിടെ ഒരു RSI ഓവർസോൾഡ് ആയി. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 1 മിനിറ്റിലോട്ട് പോകുന്നു. ഓക്കെ, 1 മിനിറ്റിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടെ ഒരു MSS ക്രിയേറ്റ് ആയി. ശേഷം നമ്മൾ നിയറസ്റ്റ് FEG, ഇവിടെ ഓൾറെഡി ഒരു FEG ക്രിയേറ്റ് ആയിട്ടുണ്ടായിരുന്നു. FEG മാർക്കറ്റ് ഓൾറെഡി ടേക്ക് ചെയ്തു, 50% ടേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ FEG ഓൾറെഡി മിറ്റിഗേറ്റ് ആയി. ഓക്കെ, ഇനി നമ്മൾ അതിനുശേഷമാണ് MSS ക്രിയേറ്റ് ആയിരിക്കുന്നത്. ഇവിടെ ഒരു എൻട്രി നമുക്ക് പോസിബിൾ അല്ല, കാരണം ഡിസ്കൗണ്ട് ചൊല്ലിട്ട് മാർക്കറ്റ് എടുക്കുന്നില്ല. നമ്മൾ ഈ ഒരു ഫിബ് റിട്രേസ്മെൻറ്റ് ടൂളും കൂടെ യൂസ് ചെയ്തിട്ട് ഇവിടുത്തെ ഡിസ്കൗണ്ട് സോണും എത്തുമ്പോഴാണ് നമ്മൾ ട്രേഡ് എൻട്രി ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഒരു കിട്ടാത്തത് കൊണ്ട് നമ്മൾ അവിടുത്തെ ട്രേഡ് നോക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു വലിയൊരു മൂവ്മെൻറ്റ് കൂടെ മിസ്സാവുന്ന കാണാൻ പറ്റും. പക്ഷേ ഇതൊരു നല്ലൊരു മൂവ്മെൻ്റ് ആയിരുന്നു. കൺഫർമേഷൻ നമ്മളെല്ലാം നോക്കുന്നത് കൊണ്ട് നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റ് എടുക്കാൻ പറ്റില്ല. ഓക്കെ, അത് നിങ്ങൾക്കത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഏത് രീതിയിലാണ് വർക്ക് പോകുന്നത് എന്ന് നോക്കിയിട്ട് നിങ്ങൾക്കത് യൂസ് ചെയ്യാം. നെക്സ്റ്റ് അടുത്തൊരു സെറ്റപ്പ് നോക്കാം. നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഒരു FEG, ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ്, പിന്നെ ഇവിടെ ഒരു ബൈ സിഗ്നൽ വന്നിട്ടുണ്ട്, ഒരു RSI ഓവർസോൾഡ് വന്നിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് മേലോട്ടായിരുന്നു. നമ്മൾ അതിനുശേഷം 1 മിനിറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു MSS കാണാൻ പറ്റും. ഇവിടെ ഒരു FEG ഉണ്ട്, MSS ഉണ്ട്. ശേഷം മാർക്കറ്റ് മൂവ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ഫീൽ ടാപ്പ് കിട്ടുന്നുണ്ടോ നോക്കാം. ഓക്കെ, ടാപ്പ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഇവിടം വരെ പോയിട്ടാണ് ശേഷം താഴോട്ട് വന്നത്. നമുക്ക് ഇവിടെ നിന്നൊരു മൂവ്മെൻറ്റ് എടുക്കാൻ പറ്റും. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ, ഈ ഒരു നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഈ ഒരു ലെവലായിരിക്കും. ടിയുടെ മിഡിൽ പോയിന്റ് ആയിരിക്കും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ശേഷം നമ്മൾ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തേക്കുന്നതിൻ്റെ കാൻഡിൽ ക്ലോസിൽ, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തേക്കുന്നതിൻ്റെ കാൻഡിൽ അടിയിലായിട്ട് സ്റ്റോപ്പ് ലോസ് വയ്ക്കും. ശേഷം ടാർഗറ്റ് നമ്മൾ മിനിമം ഇവിടുത്തെ ടാർഗറ്റ് ഫിബ് റിട്രേസ്മെൻറ്റിൻ്റെ ആ ഒരു പ്രീവിയസ് ഹൈ നമ്മൾ മാർക്ക് ചെയ്യും. ഓക്കെ, നമുക്ക് മിനിമം 1:2 മേളിൽ റിസ്ക് അവിടെ കിട്ടും. നെക്സ്റ്റ് ഒരു സെറ്റപ്പ് കൂടെ നോക്കാം. ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് കാണുന്നു, ശേഷം സെല്ല് കാണുന്നുണ്ട്. സെല്ല് എന്ന് പറയുന്നത് RSI ഓവർ ബോട്ടാണിത്. ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. 1 മിനിറ്റിലോട്ട് പോവാം. ഇവിടെ നമ്മൾ ബെയറിഷ് MSS കാണുന്നുണ്ട്. ശേഷം ഡയറക്റ്റ് ആയിട്ട് പുഷ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് റിട്രേസ്മെൻറ്റ് വന്നിട്ടില്ല. ഓക്കെ, എൻട്രികൾ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ
നമുക്ക് നോക്കിയാൽ FEGs ഒക്കെ ഉണ്ട്. FEG ഇപ്പോൾ ടാപ്പ് ചെയ്തിട്ടുണ്ട്, PFEG ഒക്കെ എടുത്തിട്ടുണ്ട്, 50% എടുത്തിട്ടില്ല, എന്നാലും എടുത്തിട്ട് താഴോട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒറ്റ എൻട്രി എടുക്കാൻ പറ്റില്ല. നമ്മൾ ഡയറക്റ്റ് തന്നെ റിസ്ക് മാനേജ് ചെയ്തിട്ട് ഡയറക്റ്റ് തന്നെ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും നോക്കുന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ ഇപ്പോൾ MSS കാണിച്ചു, നമുക്ക് 3 കൺഫർമേഷൻ മാത്രം നോക്കിയിട്ട് നമ്മൾ എൻട്രി എടുക്കാം. അങ്ങനെ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ എൻട്രീസ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടി, ശേഷം ഇവിടെ നമുക്ക് RSI ഓവർ ബോട്ട് അല്ലെങ്കിൽ ഓവർ സോൾഡ്, ഇതാണെങ്കിൽ ഓവർ ബോട്ട് കാണിച്ചു, സെൽ സിഗ്നൽ കാണിച്ചു, ശേഷം നമുക്കൊരു MSS കാണിച്ചു. അപ്പോൾ നമ്മൾ MSS കാണിച്ച ആ ടൈമിൽ തന്നെ നമ്മൾ എൻട്രി എടുക്കുന്നു. അവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹൈയിൽ വയ്ക്കുന്നു, ടാർഗറ്റ് ചെയ്യുന്നത് 1:2 അല്ലെങ്കിൽ പ്രീവിയസ് റീസെന്റ് ലിക്വിഡിറ്റി ടാർഗറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ട്രേഡ് എടുക്കാം. ഓക്കെ, കുറച്ചുകൂടെ കൺഫർമേഷൻ ആണെങ്കിൽ മറ്റേ ട്രേഡ് ആയിരിക്കും. ഈ ഒരു ട്രേഡ് ലോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ട്രേഡിൽ എടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ട്രേഡിനെക്കാട്ടി കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറഞ്ഞാൽ മറ്റേ ട്രേഡ് ആയിരിക്കും. കുറച്ചുകൂടെ മൂവ്മെന്റ്, മാർക്കറ്റ് കുറച്ച് മൂവ് ചെയ്താൽ മാത്രമേ മതി. നമ്മൾ റീട്രേസ്മെന്റിലെ ട്രേഡ് എടുക്കുന്ന ടൈമിൽ മാർക്കറ്റ് കുറച്ച് മൂവ് ചെയ്യാൻ തന്നെ നമുക്ക് പ്രോഫിറ്റ് ആവാൻ പറ്റും. ഈ ഡയറക്റ്റ് ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസിന്റെ അളവ് കൂടെ നോക്കണം. അപ്പോൾ ഈ സ്റ്റോപ്പ് ലോസ് ഒക്കെ വലുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേഡ് സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. മാർക്കറ്റ് ചിലപ്പോൾ അത്രയും എക്സ്പാൻഡ് ചെയ്ത് പോകാൻ ചിലപ്പോൾ ചാൻസ് കുറവായിരിക്കും. ഓക്കെ, എല്ലാ ടൈമിലും ഇങ്ങനെ ഒരു മൂവ്മെന്റ് മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്ത് മൂവ് ചെയ്യണമെന്നില്ല. റീട്രേസ്മെന്റിലാണ് നമ്മൾ ട്രേഡ് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ലൊരു ട്രേഡ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നമുക്ക് ഫെയിൽഡ് സെറ്റപ്പ് നോക്കാം, ഒരു ഫെയിൽഡ് ആയിട്ടുള്ള സെറ്റപ്പ് നോക്കാം. ഡയറക്റ്റാണ് എൻട്രി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ സ്റ്റോപ്പ് ലോസ് ഉണ്ട്. ഇവിടുത്തെ സ്റ്റോപ്പ് ലോസ് നല്ല വലുതായിരിക്കും, നല്ല കൂടുതലായിരിക്കും. ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഒക്കെ എടുക്കുന്ന ടൈമിൽ റിസ്കി ആയിരിക്കും. പിന്നീടൊരു മൂവ്മെന്റ് അവിടെ ഇല്ല, താഴോട്ട് മൂവ് ചെയ്തിട്ടില്ല, മേലത്താണ് മാർക്കറ്റ് പോയിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു റീട്രേസ്മെന്റിലാണ് ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മൂവ്മെന്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മളിവിടുത്തെ ഹൈ എന്നതിന് ശേഷം ഒരു റീട്രേസ്മെന്റ് മാർക്കറ്റ് നേരിട്ട് നടത്തി, അപ്പോൾ അവിടുത്തെ മൂവ്മെന്റിലാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അവിടുത്തെ ടാർഗറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ പ്രോഫിറ്റ് ഈ ഒരു TP അടിച്ചിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഈ രീതിയിൽ നമുക്ക് ട്രേഡ് എടുക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഇൻ കേസ് ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റായെന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെ 2 ട്രേഡുകളെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്താലും മതി. നമ്മുടെ റിസ്കിനെ ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് 1% ഡെയിലി റിസ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 0.5 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് ഒരു 0.5 നമുക്ക് ഈ ഒരു ട്രേഡ് പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രേഡ് 5 വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് 0.5 വെച്ചിട്ട് നമുക്ക് റീട്രേസ്മെന്റിലുള്ള ട്രേഡ് പുഷ് ചെയ്യാം. നമുക്ക് ടോട്ടൽ ഡെയിലി ലോസ് എന്ന് പറയുന്നത് 1% ആണെങ്കിൽ നമ്മൾ ആ ഒരു റിസ്കിനകത്ത് തന്നെ നമ്മൾ ഡെയിലി എത്തി നിൽക്കും. അപ്പോൾ നമുക്ക് ആ ട്രേഡ് അങ്ങനെയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാതെ പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ട്രേഡ് കഴിഞ്ഞ ട്രേഡ് ലോസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഇവിടെ ഈ ട്രേഡിൽ നമുക്കത് പ്രോഫിറ്റൊക്കെ എടുക്കാൻ പറ്റും. ഈ രീതിയിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് പോവാം. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് സർവീസസ് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, നിങ്ങൾക്ക് അത് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന 2 ഇൻഡിക്കേറ്റർ ഏഷ്യൻ ലിക്വിഡിറ്റി സ്വീപ്പ്, അതേപോലെ ജാബർ അൽഫ എന്ന് പറയുന്ന 2 ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഉണ്ടാവും, അതിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്ട്രാറ്റജി. ഇത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ.